സൈഫുദ്ദീൻ വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ അതായത് ഒന്നാമത്തെ റൗണ്ട് കഴിയുമ്പോൾ 410 വോട്ടിന്റെ ലീഡായിരുന്നു UDF ഉണ്ടായിരുന്നത്. അപ്പോഴും LDF ക്യാമ്പിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഈ വഴിക്കടവ് പഞ്ചായത്ത് അവസാനിച്ച് പിന്നീട് മൂത്തേടവും കഴിഞ്ഞ് നിലമ്പൂർ നഗരസഭാ പരിധിയിലേക്ക് വരുമ്പോൾ വലിയ തോതിൽ വോട്ട് ഉയർത്താൻ കഴിയും എന്നുള്ളതായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവരുടെ പ്രതീക്ഷ അപ്പാടെ തെറ്റിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതായത് 3900-ലധികം വോട്ടിന്റെ ലീഡാണ് ഈ നിലമ്പൂർ നഗരസഭയിൽ മാത്രം ഉണ്ടായത്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ഗോപി എന്നോടൊപ്പം ഉണ്ട്, ഈ ചീഫ് ഇലക്ടറൽ ഏജന്റാണ്. ഇപ്പോൾ നിലമ്പൂർ നഗരസഭയിൽ ഇത്ര ലീഡ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഞങ്ങൾ പ്രതീക്ഷിക്കുകയില്ല. കാരണം പോളിംഗിന്റെ ദിവസം ഞങ്ങളെ സമ്മർദ്ദം കൂടാതെ ഒരു 11 മണി കഴിഞ്ഞിട്ട് സ്ത്രീകളുടെ വലിയ നിര വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യം മനസ്സിലായി. നിലമ്പൂർ ഞങ്ങൾ വൻ വിജയം ഉണ്ടാകുമെന്നുള്ളത്. കഴിഞ്ഞ കാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ നിലമ്പൂർ നഗരസഭ UDFന്റെ കൂടെ നിന്നു. അതിൽ 2 കാര്യമുള്ളത്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം പൊതുവെ നിലമ്പൂരിൽ ഏശിയിട്ടുണ്ട്. അതിനപ്പുറം നിലമ്പൂർ നഗരസഭ ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ 4-5 വർഷത്തെ ഭരണത്തിൻ്റെ നെറികേടുകൾ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് കൂടിയായി ഞങ്ങൾ ഈ നല്ല ഭൂരിപക്ഷത്തെ ഞങ്ങൾ കാണുകയാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് VVPAT മെഷീനും അതുപോലെ തന്നെ ഇലക്ട്രോണിക് യന്ത്രങ്ങളും ഈ വോട്ടെടുപ്പിന് ശേഷം അത് കലക്ടറേറ്റിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങളാണ്. എന്തായാലും വോട്ടെടുപ്പിന്റെ രീതി നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടാം റൗണ്ട് എത്തുമ്പോൾ 820 വോട്ടിന്റെ ലീഡാണ് UDF ഉണ്ടാകുന്നത്. മൂന്നാം റൗണ്ടിൽ അത് 210 മാത്രമാണ്. എന്നാൽ അഞ്ചാം റൗണ്ട് എത്തുമ്പോൾ അത് 1602 മാറുന്നുണ്ട്. പിന്നീട് 9ാം റൗണ്ടിൽ മാത്രമാണ് LDF ഒരു ലീഡ് വരുന്നത്. 207 വോട്ടിന്റെ ലീഡ്. അത് പോത്തുകൽ പഞ്ചായത്തിലാണ് ആ ലീഡ് ഉണ്ടാകുന്നത്. പിന്നീട് ഈ 18ാം റൗണ്ടിലാണ് പിന്നീട് LDF ഒരു ലീഡ് വരുന്നത്. 226 ലീഡ് വരുന്നത്. അതോടൊപ്പം തന്നെ 16 റൗണ്ടിലും 236. അതായത് ഈ ഓരോ റൗണ്ടിലും 1500-ലധികം ലീഡ് UDF ഉണ്ടാകുമ്പോൾ ആകെ 3 റൗണ്ടിൽ മാത്രം LDF ലീഡ് ഉണ്ടായി. അതും 250-ൽ കൂടാത്ത ലീഡ് മാത്രമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ LDF വലിയ ശക്തി കേന്ദ്രങ്ങളായി വിചാരിച്ചിരുന്ന അവരുടെ ശക്തി ദുർഗങ്ങളിൽ പോലും അവർക്ക് വലിയ വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ പഞ്ചായത്ത് തിരിച്ച് കണക്ക് കൂട്ടുമ്പോൾ വഴിക്കടവ് പഞ്ചായത്തിൽ മാത്രം 1829 വോട്ടിന്റെ ലീഡ് UDF മൂത്തേടത്ത് ഇത് 2067, എടക്കരയിൽ 1170, പോത്തുകല്ലിൽ 307 മാത്രമാണ് ഉള്ളത്. അത് LDF ശക്തി കേന്ദ്രം കൂടിയാണ്. ചുങ്കത്തറയിൽ 1287. നിലമ്പൂരാണ് സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞത്. നിലമ്പൂർ നഗരസഭയിൽ 3967 വോട്ടിന്റെ ലീഡ് ഉണ്ടായി. കരുളായിൽ മാത്രമാണ് LDF അല്പം ആശ്വാസം. കരുളായി പഞ്ചായത്തിൽ 118 വോട്ടിന്റെ ലീഡ് LDF ഉണ്ട്. അമരമ്പലം LDF ശക്തി ദുർഗമാണ്. അവിടെ 704 വോട്ടിന്റെ ലീഡ് UDF ഉള്ളത്. എന്തായാലും അവസാന കണക്ക് പ്രകാരം 11077 വോട്ടിനാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ച് കയറിയിരിക്കുന്നത്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആര്യാടൻ ഷൗക്കത്തും അതുപോലെ തന്നെ സ്വരാജും അവരുടെ സ്വന്തം തട്ടകം എന്ന് പറയുന്നത് അവരുടെ ബൂത്തുകളാണല്ലോ. ആ ബൂത്തുകളിൽ എന്തുണ്ടായി എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്തിന് ഈ സ്വന്തം ബൂത്തിൽ മികച്ച നില ഉണ്ടാക്കാൻ കഴിഞ്ഞു. 126 വോട്ടിന്റെ ലീഡ് ആര്യാടൻ ഷൗക്കത്തിന് സ്വന്തം ബൂത്തിലുണ്ട്. 338 വോട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് സ്വന്തം ബൂത്തിൽ നേടിയത്. എന്നാൽ സ്വരാജ് 212 വോട്ടും നേടി. ഇനി സ്വരാജ് 202-ാം ബൂത്തിലാണ് വോട്ട് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ ജന്മനാട് എന്ന് പറയുന്നത് പോത്തുകല്ലാണ്. അദ്ദേഹം എന്നാൽ നിലമ്പൂർ നഗരസഭയിലാണ് ഇപ്പോൾ താമസം. അവിടെ ആണ് അദ്ദേഹം വോട്ട് ചെയ്തത്. പോത്തുകല്ലിലും വലിയ നേട്ടമുണ്ടാക്കിയില്ല. സ്വന്തം ബൂത്തിൽ ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ 40 വോട്ടുകൾക്ക് ഈ സ്വരാജ് പിറകിലാണ്. ആര്യാടൻ ഷൗക്കത്തിന് 287 വോട്ടും സ്വരാജിന് 247 വോട്ടുമാണ് ലഭിച്ചത്. ഈ രീതിയിലാണ് ഈ സ്ഥാനാർത്ഥികളും അവരുടെ പ്രധാന തട്ടകത്തിൽ ഉണ്ടായത്. ഇനി സ്ഥാനാർത്ഥികളുടെ വോട്ട് പരിശോധിക്കുമ്പോൾ പോസ്റ്റലോട്ടും അതോടൊപ്പം തന്നെ EVM അടക്കം ഷൗക്കത്തിന് 77,037, സ്വരാജിന് 66,660,
PV അൻവറിന് 19,760 PV അൻവർ അദ്ദേഹം ഒരു മികച്ച പെർഫോമറായി ഇവിടെ 20,000-ഓട് അടുപ്പിച്ചുള്ള വോട്ട് വാങ്ങുകയും ചെയ്തു. ഇനി PV അൻവറും UDF-ഉം ഒരുമിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ 30,000-ലധികം വോട്ടിന്റെ കൂറ്റൻ ലീഡിന് UDF-ന് വിജയിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ PV അൻവറിന്റെ മുന്നിൽ വാതിൽ പൂർണ്ണമായി അടച്ചിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഈ EVM-ഉം അതുപോലെ തന്നെ VVPAT-ഉം അടക്കമുള്ളവ കലക്ടറേറ്റിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സൈഫുദ്ദീൻ.